അപ്പോൾ നമുക്ക് അമ്മച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അയില തിളപ്പിച്ചതിൻ്റെ റെസിപ്പി കാണാം. അതിന് കുറച്ചധികം ചുവന്നുള്ളി, സബോള, തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. തക്കാളി സബോള നന്നായി കനം കുറച്ചരിയുക, ചുവന്നുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ചുവന്നുള്ളി മുരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് സബോളയും പച്ചമുളകും കറിവേപ്പില ഇടുക. അതൊക്കെ അവസാനം ഇടുന്നത് കറിവേപ്പിലയും പച്ചമുളകും വല്ലാണ്ട് മുരിഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികളിട്ട് കൊടുക്കണം. പൊടികളിട്ട് കൊടുക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം മതി. മുളക് പൊടി ഇത്തിരി കൂടുതലിടണം, കാരണം ചാറിന് കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടുക. അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളി ഇടുക. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നന്നായി വഴറ്റണം. അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ പാകത്തിനിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നന്നായിട്ട് അലിഞ്ഞ് നല്ലൊരു പരിവായിട്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറേ വെള്ളം ഒഴിച്ച് സൊറവെള്ളം മതിരാവട്ടെ. പാകത്തിന് മീൻ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരം വിനാഗിരി, അതായത് ചൊറുക്കൊഴിക്കുക. ചൊറുക്കൊഴിക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയുള്ളൂ, നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരണ പോലെയും അതേമാതിരി അടിപൊളി സ്മെല്ലാണ്. ഈ ചൊറുക്കയ്ക്ക് പകരം വേണമെങ്കിൽ കുടംപുള്ളി ഇടാം, പക്ഷെ ചൊറുക്ക് ഒഴിച്ചാലാണ് ആ ഒരു അയില തിളപ്പിച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മീനൊക്കെ ഇട്ട് പിന്നെ ഇളക്കരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി വെച്ച് വേവിച്ച് പിന്നെ ചട്ടിയും കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി. അപ്പം നമ്മുടെ അടിപൊളി അയില തിളപ്പിച്ചത് റെഡി ആയിട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റാ. ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ. അപ്പോൾ ബായ്.